ഹായ് വെൽക്കം ടു ഓട്ടോകാർട്ട്. ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ ആളുകൾ നമ്മൾ വിളിച്ചു ചോദിച്ചു, എന്തിനാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓതറൈസേഷൻ, എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാമെന്നുള്ളത് ഡിസൈഡ് ചെയ്തു. അതായത് 2023 തന്നെ കേരള ഗവൺമെൻറ് ഒരു ഡയറക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏത് യൂസ്ഡ് കാർ ഷോറൂം ആണെങ്കിലും ആ യൂസ്ഡ് കാർ ഷോറൂം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കണം. അപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കേരളത്തിൽ ഒരു യൂസ്ഡ് കാർ ഷോറൂമിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. പക്ഷേ 2023 ഇങ്ങനെ ഒരു സർക്കുലർ വന്നെങ്കിലും കേരളത്തിൽ 1-2 യൂസ്ഡ് കാർ ഷോറൂമുകൾ മാത്രമാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഈ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുള്ളതും. പക്ഷേ ഇപ്പോൾ 2024 ആയി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് അത് കുറേയും കൂടി സ്ട്രിക്റ്റ് ആക്കി. അതായത് ഈ ഒരു മാർച്ച് 30 വരെ, ഈ കഴിഞ്ഞ മാർച്ച് 30 വരെയായിരുന്നു അതിന് ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ്. ആ ഡേറ്റിനുള്ളിൽ സർട്ടിഫിക്കേഷൻ എടുക്കാത്ത യൂസ്ഡ് കാർ ഷോറൂമുകളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിപ്പോൾ ഏപ്രിൽ 31 വരെ, ഈ മാസം ഏപ്രിൽ 31 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓട്ടോകാർട്ട് ഒരു യൂസ്ഡ് കാർ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയതിൻ്റെ വീഡിയോ ആയിരുന്നു നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് ഈ യൂസ്ഡ് കാർ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുള്ള പ്രയോജനം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളൊരു കസ്റ്റമറാണ്, നിങ്ങൾ നിങ്ങളുടെ വെഹിക്കിൾ OLX-ലോ ഫേസ്ബുക്കിലോ ഇനിയിപ്പോൾ അതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഒരാൾക്ക് സെയിൽ ചെയ്യുകയാണ്, നിങ്ങൾ ഡയറക്റ്റ് ഒരു പാർട്ടിക്കാണ് സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെഹിക്കിൾ കയ്യോടെ നിങ്ങൾ പേര് മാറി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു 10-15 ഡേയ്സിൻ്റെ അകത്തൊക്കെ നിങ്ങളുടെ പേരിൽ നിന്നും നിങ്ങളുടെ വെഹിക്കിളിൻ്റെ RCയുടെ ഓണർഷിപ്പ് കയ്യോടെ മാറിപ്പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു യൂസ്ഡ് കാർ ഡീലർക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഡീലർ ഒരു നോർമൽ ഒരു എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ ഒരു വാഹന വിൽപ്പന കരാറോ അങ്ങനെയുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വെഹിക്കിൾ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയുള്ള പർച്ചേസ് ചെയ്യുന്ന ഒരു വെഹിക്കിളിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും ആ വെഹിക്കിളിൻ്റെ എല്ലാവിധ ലീഗൽ ലയബിലിറ്റിയും വരുന്നത് RC ഓണർക്ക് മാത്രമാണ്. ഇപ്പോൾ ഒരു എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വാഹന വിൽപ്പന കരാർ ഉള്ളതുകൊണ്ടോ ഒന്നും ഈ RC ഓണറിൽ നിന്നും ആ വെഹിക്കിളിൻ്റെ ലയബിലിറ്റി മാറുന്നില്ല. അപ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വാഹനം കൊടുക്കുന്ന ഡീലർ ഈ വാഹനം ഇദ്ദേഹം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അപകടം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ വാഹനം ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും വരുന്നത് RC ഓണർക്ക് മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ ഇതിനു മുമ്പ് ഫ്യൂച്ചറിൽ പല രീതിയിലും RTOയിൽ കംപ്ലൈൻറ്റുകളായിട്ടും കോടതിയിൽ കേസുകളായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാനും ഈ ഒരു യൂസ്ഡ് കാർ ബിസിനസ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിനെ ഒരു പക്ക ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് കേരള ഗവൺമെൻറ് ഈ ഒരു ഓതറൈസേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓതറൈസേഷൻ വന്നതിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു യൂസ്ഡ് കാർ ഡീലർക്കാണ് നിങ്ങളുടെ വാഹനം കൊടുക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ MVD പോർട്ടലിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡീലറാണ് എന്നുണ്ടെങ്കിൽ ഈ നെയിം ട്രാൻസ്ഫറിൻ്റെ ഒരു ഹെഡേക്ക് അല്ലെങ്കിൽ നെയിം ട്രാൻസ്ഫറിൻ്റെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് ആയിട്ട് ഒരു ഡീലർക്ക് നിങ്ങളുടെ വെഹിക്കിൾ കൊടുക്കാം. നിങ്ങളുടെ വെഹിക്കിൾ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഡീലറുടെ പേരിലേക്ക് നിങ്ങളുടെ ഈ വെഹിക്കിൾ മാറ്റാനുള്ളൊരു ഓപ്ഷനാണ് ഇപ്പോൾ പുതിയതായിട്ട് ഈ ഒരു സർട്ടിഫിക്കേഷനിൽ കൂടി ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനം വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 100% ലയബിലിറ്റീസ് ഈ ഡീലർക്ക് കൊടുക്കുന്നതിൽ കൂടി അവസാനിക്കുകയാണ്. ഇതൊരു കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇപ്പോൾ ഈ വാഹനം വാങ്ങുന്ന ഓണർക്ക് തന്നെ അവരുടെ വെഹിക്കിൾ നമ്പർ അടിച്ച് വാഹന പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ഈ ഡീലർക്ക് വെഹിക്കിൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ വാഹന പോർട്ടലിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ ഡീലറുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതോടൊപ്പം തന്നെ RC ഓണറുടെ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ഒരു ഫോം നമുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആ ഫോമിൽ 2 പാർട്ടിയും സൈൻ ചെയ്ത് ഈ ഫോം അപ്ലോഡ് ചെയ്യുന്നതിൽ കൂടി ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ അതോടുകൂടി ഒരു പീസ് ഓഫ് മൈൻഡ് ആയിട്ടുള്ള ഒരു സെയിൽ അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ ഡീലർക്ക്, ഈ വാഹനം വാങ്ങുന്ന ഡീലറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉള്ള ബെനിഫിറ്റ്, ഇപ്പോൾ ഇതിനു മുമ്പായിട്ട് പല ഡീലേഴ്സും ഈ പേര് മാറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വെഹിക്കിൾ ആണെങ്കിൽ ഈ ഡീലറുടെ പേരിലേക്ക് ആ വാഹനം മാറുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് സെക്കൻഡ് ഓണർഷിപ്പ് ആവും.
പിന്നെ ഈ വെഹിക്കിൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് അത് തേർഡ് ഓണർഷിപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു വെഹിക്കിളിൻ്റെ പ്രൈസിൽ ഒരു ഡിഫറൻസ്, അത് 2 ഓണർഷിപ്പ് മാറി കഴിയുമ്പോൾ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വെഹിക്കിളിൻ്റെ പ്രൈസിങ്ങിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് മിക്ക ഡീലേഴ്സും ഈ പേര് മാറാതെ ഫസ്റ്റ് ഓണറുടെ പേരിൽ തന്നെ വെഹിക്കിൾ കീപ്പ് ചെയ്തിട്ട് അവർ സെയിൽ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കുന്നതിൽ കൂടി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാവുകയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതായത് ഈ വെഹിക്കിൾ വാങ്ങുന്ന ഡീലർ ഡീംഡ് ഓണർ, അതായത് ഈ വെഹിക്കിളിനെ സംബന്ധിക്കുന്ന എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഈ വെഹിക്കിൾ വാങ്ങുന്ന ഡീലർക്കായിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വെഹിക്കിളിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് RC എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡീലർക്ക് അത് എടുക്കാൻ സാധിക്കും. വെഹിക്കിൾ റീടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡീലർക്ക് അത് എടുക്കാൻ സാധിക്കും. അതുപോലെ ഈ വെഹിക്കിൾ RC ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡീലർക്ക് അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു RC ഓണർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ ഓതറൈസ്ഡ് ഡീലർക്ക് നമ്മൾ പെർമിഷൻ കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു വെഹിക്കിൾ സർട്ടിഫിക്കേഷനിലൂടെ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വെഹിക്കിൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ഡീലർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ RC ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യില്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ വെഹിക്കിൾ കൊടുക്കുന്ന ഡീലർ ഒരു AUC ആണോ, അതായത് ഓതറൈസ്ഡ് യൂസ്ഡ് കാർ ഡീലറാണോ, മോട്ടോർ വാഹന വെഹിക്കിൾ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു യൂസ്ഡ് കാർ ഡീലറാണോ, ഇവർക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടോ. ഇപ്പോൾ ഈ സർട്ടിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാഹൻ സൈറ്റിൽ തന്നെ ചെക്ക് ചെയ്യാം ഇവർ രജിസ്റ്റേർഡ് ഡീലർ ആണെന്നുള്ളത്. കാരണം ഈ ഒരു ഡീലറുടെ പേര് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾ വെഹിക്കിൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡീലർ നെയിം അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡീലറുടെ ഓണർ ആരാണോ അല്ലെങ്കിൽ ഈ വെഹിക്കിളിൻ്റെ ഈ നിങ്ങൾ കൊടുക്കുന്ന ഷോറൂമിൻ്റെ പേരെന്താണോ ആ ഒരു പേര് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി കഴിഞ്ഞപ്പോൾ കേരളത്തിൽ 100-ൽ താഴെ ഡീലേഴ്സ് മാത്രമാണ് ഈ ഒരു രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 100-ൽ താഴെയുള്ള ഏത് ഡീലർക്കും നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് ആയിട്ട് നിങ്ങളുടെ വെഹിക്കിൾ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം. അപ്പോൾ പീസ് ഓഫ് മൈൻഡ് ആയിട്ട് നിങ്ങളുടെ വെഹിക്കിൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിന് റെസ്പോണ്ട് ചെയ്യാം.